ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മൾ റമദാനിൻ്റെ മുന്നൊരുക്കായിട്ട് നമ്മളെ വീട് നനച്ചുകുളി പണിയും അങ്ങനെ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെ ചില തേങ്ങയൊക്കെ വീട്ടിൽ തൊടുവിലൊക്കെ തേങ്ങയൊക്കെ ഇട്ടു. അപ്പം മൊത്തത്തിൽ നമ്മളിതാ ഇപ്പം ഇപ്രാവശ്യം കുറച്ചുള്ളൂ കേട്ടോ തേങ്ങ. അത് നമ്മൾ വെട്ടി ഉണക്കിയിട്ട് വെളിച്ചെണ്ണ ആക്കൂലേ ആട്ടാൻ വേണ്ടിയിട്ട്. അപ്പം കൊപ്ര ഉണക്കിയായിട്ട് സംഭവം ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇത് തേങ്ങ പൊളിക്കാനൊക്കെ ആളുണ്ടായിരുന്നു, പിന്നെ വെട്ടാൻ ഉള്ള ആൾ കിട്ടിയില്ല. അപ്പം നമ്മൾ തന്നെ സ്വയം വെട്ടി ഇതാ സെപ്പറേറ്റ് ആക്കിയിട്ട് കേട്ടോ. കൈയൊക്കെ നന്നായിട്ട് പൊട്ടിച്ചോ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്ര ഒന്നും തേങ്ങ പൊട്ടിച്ച് വലിയ ശീലമില്ല. അപ്പം അന്ന് തന്നെ എന്താ പൊട്ടിച്ച് ഏകദേശം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നല്ല വെയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇഷുമോൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചിക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇഷും ജൂജും എല്ലാവരും ഉണ്ട്. ഞങ്ങളിതാ മേലെ ഒക്കെ ഇതാ ഇങ്ങനെ വെയിലുള്ള ഭാഗം നോക്കിയിട്ട് ചിക്കിയിട്ട് എടുക്കുകയാണ്. പൊതുവെ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മേലെയുള്ള സ്ഥലത്താട്ടോ ചിക്കാറുള്ളത്. ഇപ്രാവശ്യം ഇത് കൊണ്ടിട്ട് തരാനൊന്നും ആരുമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ തന്നെ ഇതാക്കണം. അപ്പം ഇതിൻ്റെ ഇടയിൽ ഉണ്ട് കണ്ടോ എൻ്റെ ജൂജും നല്ല എന്താ ഇളയ തേങ്ങ കേട്ടോ. ഉണങ്ങിയെടുക്കാൻ തന്നെ വലിയ പാടനായിരിക്കും. അപ്പം ഇഷും ജൂജും ഒക്കെ ഇതാ വായിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് ഇഷുവിൻ്റെ ഫേസൊക്കെ മാറിയതായി തോന്നുന്നുണ്ടാവും. എൻ്റെ എയറൊക്കെ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ വെട്ടി ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ വലയൊക്കെ ഇട്ട് നമ്മൾ അടയാളമൊക്കെ വെച്ച് എന്താ പറയുക വലയൊന്നും പാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സംഭവമൊക്കെ ആക്കി. ഇതെനിക്ക് തോന്നുന്ന പിറ്റേ ദിവസം ഞാൻ അടുത്ത വീഡിയോ ആണ്. ഏകദേശം നമുക്കൊരു 2 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ചിരട്ടയിൽ നിന്ന് കൊപ്ര ഇങ്ങനെ ഇളകി ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി നമുക്കിത് ചൂന്നെടുക്കണം. അപ്പോൾ എനിക്ക് ചൂന്ന് എടുക്കാനൊന്നും അറിയില്ല. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എടുക്കും. അപ്പം എടുത്ത് കഴിഞ്ഞ് ഏകദേശം രാത്രി ആയിട്ടുണ്ട്. അപ്പം 3ാമത്തെ ദിവസം കേട്ടോ നമ്മൾ ഈ ഒരു പണി ചെയ്തെടുക്കുന്നത്. അപ്പം കുറേ ഇക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചൂന്നെടുക്കാൻ ഇക്ക സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ചൂന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കാനില്ല. അരിഞ്ഞെടുത്ത് ആ രാത്രി തന്നെ നമ്മൾ എന്താക്കി ഇത് ചിക്കിയിട്ട് ചെയ്തിട്ടോ. ഇത് കാരണം പകൽ ഭയങ്കര ചൂടല്ലേ, ഇവിടെ ഒന്ന് വന്നിരുന്നിട്ട് നമുക്ക് കൊപ്ര ചൂന്നെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ രാത്രി ചെയ്തെടുത്ത് അത്ര വലിയ റിസ്ക് ഇല്ല എന്ന് കരുതിയിട്ടാണ് നൈറ്റിൽ വന്നിട്ട് ഇതൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇക്ക ഉണ്ടാവും ഹെൽപ്പിനൊക്കെ. അപ്പോൾ ആ മക്കളൊക്കെ ഇവിടെ ഹെൽപ്പിങ്ങിനുണ്ട്. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ നോമ്പ് പണി വീട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു പോർഷനിൽ അലക്കി തോരയിടുന്ന സ്ഥലം അടിച്ചിട്ട് കഴുകാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കസാര കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടാണ്. നാളെ മിക്കവാറും നമുക്ക് ഹെൽപ്പിനൊരു താത്ത വരും. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ ഒരു വൈകുന്നേരം ഞാൻ അതുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങുന്ന പണി ഇവിടുന്ന് കേട്ടോ. ഇവിടുന്ന് കഴുകി പോയാലേ നമുക്ക് മുമ്പിലെ മുറ്റം കഴുകി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സ്റ്റെയർ കൂടെ എല്ലാം ഈ ചെളിവെള്ളം താഴേക്കും. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ മുമ്പിലെ മുറ്റം കഴുകിയാൽ പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ അതിൽ കൂടെ പോവും. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് എന്താക്കി ഇവിടെ തന്നെ ഇവിടെ കഴിക്കുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ ചുമരും അതുപോലെ തന്നെ ജനലും വാതിലൊക്കെ നമ്മൾ വെള്ളം കൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇത് നല്ല സുഖമാട്ടോ. ഇങ്ങനത്തെ ഒരു മെഷീനിൽ നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ഈ ഒരു ചെയറുകളും. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീനിങ് റമദാൻ ക്ലീനിങ് ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുകളിലെ നില കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം താഴത്തെ നില ക്ലീൻ ചെയ്തെടുക്കാണ്ട്. അപ്പോൾ ഇതിൻ്റെ പണിയിൽ അപ്പം ഫസ്റ്റ് മുകളിലത്തെ നിലയിൽ നിന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. അതിൻ്റെ ചെറിയ ക്ലിപ്സൊക്കെ കാണിച്ചു തരാം. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല, കാരണം ജോലി തിരക്കും. കാരണം താത്ത ഉണ്ടായാലും ഓരോ കൂടെ നമ്മളും അതുപോലെ ഹെൽപ്പിങ്ങിന് നിന്നാലേ ഒക്കെ സക്സസ് ആവുള്ളൂ. മുകളിലത്തെ പിന്നെ ഞാൻ വല്ലാതെ നിന്നിട്ടില്ല, ഒക്കെ ഓരോ തന്നെ ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ നേരം കണ്ടില്ലേ ഇങ്ങനെ നന്നായിട്ട് പൊടികളുണ്ട്. ഈ ഉറക്കുത്തം പൊടി എന്നിട്ട് കുറേ ഫർണിച്ചറുകൾ കാര്യങ്ങളായിട്ട് ആ പൊടി നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം മുകളിലത്തെ നിലയൊക്കെ കഴിഞ്ഞാൽ ചെറിയ വീഡിയോസ് കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ നമ്മളിതാ പിന്നെ താഴെ നില ഫസ്റ്റ് ഓഫീസ് റൂം ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഫസ്റ്റ് തന്നെ ഇവിടെ മാറാലൊക്കെ തട്ടിയെടുക്കുക. ഇത് പെട്ടെന്നാണ് ഒരു വരിക എന്ന് പറഞ്ഞപ്പോൾ തലേ ദിവസം തന്നെ തട്ടി വെക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഏകദേശം 1 മാസമായിട്ട് ഇങ്ങനെ മാറാല തട്ടാനൊന്നും വല്ലാതെ നിന്നിട്ടില്ല കേട്ടോ. കാരണം നമ്മളെ സൽക്കാരത്തിന് മുമ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നോമ്പ് പണി തുടങ്ങട്ടെ അപ്പോഴത്തേക്കൊക്കെ ക്ലീൻ ആക്കുക. അപ്പോൾ എന്തായാലും ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പം ഇതൊക്കെ ഫുള്ള് കവർ ചെയ്യുമല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ നിന്നോട്ടോ. മെയിനായിട്ട് എന്താ വെച്ചാൽ ഈ ജൂജ് ഉണ്ടാകുമ്പോഴേ ഓനുണ്ടാകുമ്പോൾ ഈ പൊടിയിൽ ഇങ്ങനെ തട്ടി കളിക്കുമ്പോൾ മോനും ഒരുപോലെ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം ഓൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക അലർജി സംഭവങ്ങളൊക്കെ വരികയാണ്. ഇതാണ് നമ്മൾ പഴയൊരു റൂമാണ്. ഇഷ്യൂൻ്റെ സാധനങ്ങളാണ് മെയിനായിട്ട് ഇതിലുള്ളത്. അപ്പം ഇവിടെ റാക്ക് തുടച്ച വെള്ളം കേട്ടോ. റാക്ക് തട്ടി അടിച്ചിട്ട് ഒന്ന് വെള്ളം കൊണ്ടൊക്കെ തുടച്ചെടുത്തു. പിന്നെ ഫാന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ
റൂമിൽ ജനലുകളൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്ത ഓരോരോ സെക്ഷൻ ഇങ്ങനെ താത്ത ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് റെഡിയാക്കാനൊക്കെ പോവുകയും ചെയ്തു. അപ്പം ഇനി ഈ ഒരു പോർഷൻസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു കിച്ചണിലാണ് കേട്ടോ. കിച്ചണിൽ അത്യാവശ്യം അധികം ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ കിച്ചണ് താത്ത ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഈ ഒരു സെക്ഷനിലും കുറേയൊക്കെ പൊടി പിടിച്ചിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി. അങ്ങനെ പിറ്റേ ദിവസത്തെ ഒരു കാഴ്ച കാണിച്ചു കേട്ടോ. അപ്പം അന്ന് നോമ്പ് പണി എടുത്ത് മനുഷ്യ ആകെ കുഴങ്ങി കേട്ടോ. കിച്ചണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു വൈക്കായിരുന്നു. അപ്പം നമ്മൾ തലേ ദിവസത്തിൽ തന്നെ കഴുകി വെച്ച ചെയർ സംഭവങ്ങളൊക്കെ അല്ലേ, അപ്പം അതൊക്കെ അടുക്കി പുതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ റൂമിലെ കർട്ടൻസൊക്കെ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അന്ന് തന്നെ തോറിട്ടിട്ടുണ്ട്. ഇനി ഈ വടികളൊക്കെ ഒന്ന് നന്നായിട്ട് വാഷാക്കിയിട്ട് വെക്കണം. അതുപോലെ തന്നെ അത് ഞാൻ എന്താ പറയുക, അലക്കാനിട്ട് ഈ സംഭവങ്ങളൊക്കെ അല്ലേ നമ്മളെ കർട്ടൻസ്, ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ നമ്മളെ ചവിട്ടികൾ, പിന്നെ ഉപയോഗിക്കുന്ന നിസ്കാരക്കുപ്പായം എല്ലാം നമ്മളിതാ വാഷാക്കാടും കേട്ടോ. അപ്പോൾ കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് ഇതും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. നമ്മൾ ഉണക്കാനിട്ടിരുന്ന കൊപ്പര ഉണ്ടായിരുന്നല്ലോ, അത് ഏകദേശം ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കിട്ടുന്ന വെയിലല്ലേ, ഇപ്പോൾ എവിടെ ആയാലും ഇട്ടാലും ആറാട്ടാലും പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ അതിന് ശേഷം നമ്മൾ കുറേ ബോട്ടിൽസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അത് കഴുകി വെക്കാനുള്ള കേട്ടോ. അത് ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അലക്കാനുള്ള കേട്ടോ. തലേദിവസം ഒന്നാകെ കൂട്ടിയിട്ടതാണ്. അപ്പം അത് അലക്കണം. ഈ ഒരു മേശയിലാണ് നമ്മൾ കാര്യമായിട്ട് പാത്രങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ ഉള്ളിയുടെ കൊട്ട അതൊക്കെ വെക്കുന്നത്. അതൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോൾ നമ്മൾ നോമ്പ് പണി ഇന്നലെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് എടുക്കാത്ത പോർഷൻസ് ഉണ്ട്, അതായത് വിട്ടുപോയി അറിയില്ലേ. അപ്പം അതൊക്കെ പിന്നെ എനിക്ക് സമാധാനത്തിൽ എടുക്കാന്ന് വെച്ചിട്ടുള്ള പോർഷനാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ ഇഷ്യൂവിന് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് എന്താ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ഓൺ സഹറത്തുൽ ഖുർആൻ എന്ന പ്രീ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഇപ്പം ഇതാരാ ഇത് ഇൻ്റെത് കേട്ടോ. ഷീ ക്രിയേറ്റേഴ്സിൻ്റെ പ്രോഗ്രാമിന് പോയ സമയത്ത് കിട്ടിയതാണ്. അപ്പം ഇതൊക്കെ കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് ഇവിടെ കുറച്ച് സംഭവങ്ങൾ കൂടി ഉണ്ട്. വിഷുവിന് കിട്ടിയ മെഡൽസ് ആണ്. അങ്ങനെ ഓരോ തട്ടിലെ ക്ലീനിങ് ഇങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് ഒരു തട്ട് കാലിയാക്കി കൊടുക്കും. പിന്നെ ഇതൊക്കെ ഞാൻ സൽക്കാര സമയത്ത് ഇതാക്കിയ കേട്ടോ. എന്നാലും പൊടിയാണ് ഭയങ്കരമായിട്ട്. അപ്പം അതിങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആ ഗ്ലാസ്സുകളൊക്കെ കഴുകി വൃത്തിയാക്കി. പിന്നെ നമ്മൾ ഫാൻ ഉണ്ടായിരുന്നു കേട്ടോ, ഡൈനിങ് ഹാളിൽ, അതും വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടെ എടുക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ഹെവി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താത്ത നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്പീഡിൽ വിട്ടു പോയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു റെഡിയാക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ദിവസം പിറ്റേ ദിവസമൊക്കെയാണ് തോന്നുന്നത് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ അരി ഉണക്കാൻ വേണ്ടിയിട്ട് ഇടണം. അപ്പം പച്ചരിയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത, എനിക്ക് തോന്നുന്നു 40 രൂപേൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുള്ളൊരു പച്ചരിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു 10 കിലോ പോലും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ റെഡിമെയ്ഡ് കിട്ടും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കൊരു പഴയ ഒരു മട്ടും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തന്നെ കഴുകണം, എനിക്ക് തന്നെ ചെയ്യണം എന്നുള്ളൊരു മനസ്സിൽ എനിക്ക് നല്ലൊരു സന്തോഷമുള്ളൂ. റമദാനൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ എനിക്ക് എന്താ പറയുക, ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര കഴുകിയാലും ഇങ്ങനെ ഈ ഒരു വെള്ള കളറ് നന്നായിട്ട് വൃത്തിയാകണ വരെ, അതായത് ഇതിൽ കുറേ കുറിഞ്ചാത്തെന്നൊക്കെ പറയില്ല, ആ കറുത്ത ചെന്തുവിന് അതൊക്കെ വൃത്തിയായിട്ട് വരുന്ന വരെ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കട്ടോ. വേഗം പുതിർത്തി വെക്കൊന്നുമില്ല കേട്ടോ. വേഗം കഴുകുക, ആ വെള്ളം ഊറ്റി അടുത്ത വെള്ളം ഇങ്ങനെ എടുത്തിട്ട് മാറിയിട്ട് എടുക്കും. അങ്ങനെ കഴുകി കഴിഞ്ഞ് പിന്നെ വെള്ളം വാർക്കാൻ വേണ്ടിയിട്ട് വെക്കും. അതിന് നന്നായിട്ട് വെള്ളം വാർന്നിട്ട് കൊട്ടയിൽ നിന്ന് വാർന്ന ശേഷമാണ് നമ്മൾ പിന്നെ എന്താക്കും, ഇത് ഒരു ബെഡ്ഷീറ്റിലൊക്കെ ആക്കിയിട്ട് ചിക്കിയിട്ട് എടുക്കും കേട്ടോ. ഏകദേശം ഈ പൊടി ചിലപ്പോൾ നമുക്ക് റമദാനും അതായത് മഴക്കാലം വരെ ഉപയോഗിക്കാനുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി മഴക്കാലത്തിനേക്ക് നമുക്ക് ഇനിയും വെയിലുണ്ടെങ്കിൽ ഇനി ചെയ്യാം. അരി എന്തായാലും നമുക്ക് അത്ര ടാസ്ക്കുള്ള പരിപാടിയല്ല. പെട്ടെന്ന് ഒരു ജസ്റ്റ് ഒരു കാറ്റ് വെയിലിന് നാളം കിട്ടിയാലും ഉണങ്ങി കിട്ടും. പക്ഷേ ഈ കൊപ്പര, മല്ലിമുളക് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് പിന്നെയും ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. നല്ല വെയിലുണ്ടായാലും അതൊക്കെ ഉണക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ അരി ഇവിടെ ഏകദേശം അതിൻ്റെ മേലെ വേറൊരു ബെഡ്ഷീറ്റ് ഇട്ടു. അത് ഇങ്ങനെ ഒരു തണൽ, അതായത് ചൂട് കിട്ടും ചെയ്യും. ഇപ്പോൾ ഭയങ്കര ചൂടല്ല, അപ്പോൾ എങ്ങനെയായാലും
വേഗം ഉണങ്ങും. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ പോർഷൻസൊക്കെ ക്ലീൻ ആയപ്പോൾ തന്നെ എനിക്ക് വലിയൊരു സമാധാനം കേട്ടോ. പിന്നെ ബാക്കി എന്താ നമ്മുടെ പുറത്തെ കിച്ചൺ ഉണ്ടായി എൻ്റെ ആ ഒരു വർക്ക് ഏരിയയിലുള്ള ഈ ഒരു മുറ്റുഭാഗം, അതായത് പണ്ട് അടുപ്പൊക്കെ ഉള്ള സ്ഥലം കേട്ടോ, അവിടെ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ഒരുപാട് കച്ചറകൾ ഞാൻ അതൊക്കെ മൊത്തത്തിൽ കംപ്ലീറ്റ് ഇവിടെ കൊണ്ടുപോയിട്ടിട്ടുള്ളതാണ്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അത് കിച്ചണിലെ പരിപാടികൾ നടക്കുന്നതിൻ്റെ ഇടയിലാട്ടോ അത് ക്ലീൻ ആക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡൈനിങ് ഹാളിലെ ടേബിളും ചെയറ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെയറും എന്താ പറയുക സ്റ്റൂളുകളൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇതാ ഈ വെള്ളം മെഷീനിൽ അടിച്ചിട്ട് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കമത്തിയിട്ടിട്ടൊക്കെ ചെയ്യുമ്പം ഇതിൽ കുറേ എന്താ പറയുക മാറാലൊക്കെ കുറിഞ്ചാത്തനൊക്കെ കെട്ടിയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം അതൊക്കെ വൃത്തിയായി കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞ് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഇവിടെ ഉപയോഗിക്കുന്ന പഴയ ചെയേഴ്സാണ് ഈ പുറത്ത് ഉപയോഗിക്കാൻ. പിന്നെ നമ്മൾ പാത്രം കഴിക്കുന്ന ആ സംഭവമില്ലേ, പാത്രം തോറിടാൻ വെക്കുന്ന അതൊക്കെ മെഷീൻ കഴിക്കുന്ന സമയത്താകുമ്പോൾ പെട്ടെന്നുണ്ട് ഫുൾ ക്ലീൻ ആക്കിയിട്ട് ചെയേഴ്സും ഒക്കെ നമ്മൾ അവിടെ ആറാൻ വേണ്ടിയിട്ടോ. അന്നത്തെ ദിവസം നന്നായിട്ട് തന്നെ അരിപ്പൊടിയൊക്കെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഉണങ്ങിയിട്ട് വെളിച്ചെണ്ണ ആട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു പോർഷനിൽ തീരെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കിച്ചൻ്റെ ഈ ഒരു പോർഷനിൽ വെച്ചിട്ടിട്ടാണ്. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 10-12 കിലോനോളം വെളിച്ചെണ്ണ ഉണ്ടാവും. 180 തേങ്ങയാണ് നമ്മൾ വെട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 10-12 അതിലേറെയൊക്കെ ഉണ്ട്. നമ്മൾക്ക് പിന്നെ ഓൾറെഡി പഴയ വെളിച്ചെണ്ണ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും കംപ്ലീറ്റ് ഒരു ദിവസത്തെ വ്ളോഗല്ല കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ റമളാനിൻ്റെ തലേ ദിവസമാണ് എന്താ പറയുക കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ ഒരു ബോക്സ്, അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. റവാഫ്സ് അത് ഇക്കക്ക് നിർബന്ധമാണ് റമളാനിലെ നോമ്പ് തുറക്കുന്ന സമയത്ത് കേട്ടോ. അത് ഒരു ഗ്ലാസ് കുടിക്കാൻ കേട്ടോ. ഭയങ്കര റീഫ്രഷ്മെൻ്റ് ആണ് പറയും. പിന്നെ എനിക്ക് ചെറുനാരങ്ങ ഭയങ്കര നിർബന്ധമാണ്. എല്ലാവരും പറയും കേടാണെന്നൊക്കെ, പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ചെറുനാരങ്ങൻ്റെ വെള്ളം അവിടെ കിട്ടിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല, അറിയില്ല ആ അവസ്ഥയാണ്. പിന്നെ തക്കാളി പിന്നെ അങ്ങനെ കുറച്ച് പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം ഞാൻ ചെയ്തു വെക്കാൻ വന്നിട്ടുള്ള 2 കാര്യങ്ങൾ എന്താ വെച്ചാൽ ഉള്ളികളൊന്നും തൊളിച്ച് വെച്ചിട്ടില്ല. അതുപോലെ തന്നെ തേങ്ങയും ചിരകി വെച്ചിട്ടില്ല കേട്ടോ. പൊതുവേ ഞാൻ ചെയ്യുന്നൊരു സംഭവങ്ങളാണ് അതൊക്കെ അവിടെ പെൻഡിങ്ങിൽ കടന്നു. ഒന്നാമത് ഇക്ക ഫസ്റ്റ് 2 റമളാൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മുറയ്ക്ക് പോകാമെന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ പച്ചക്കറികളൊക്കെ സംഭവങ്ങൾ അതൊക്കെ ഇനി ഈ ഒരു കവറിൽ എന്തൊക്കെ നോക്കാം. ഇത് റസ്ക് പൊടിയില്ല, നമുക്ക് കട്ട്ലറ്റ് സംഭവങ്ങളൊക്കെ ഡിപ്പ് ചെയ്ത ശേഷം എന്താ പറയുക അതിൽ മുക്കിയിട്ട് എടുക്കാൻ പറ്റുള്ള സാധനങ്ങൾ അതാണ്. റസ്കും പൊടി നിർബന്ധമാണ്. പിന്നെ സാബൂനരി, അത് നമുക്ക് പാൽവായ്ക്ക, നമ്മളെ ഫേവറേറ്റ് സംഭവമില്ലേ പാൽവായ്ക്ക, അതൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണം. പിന്നെ കുറച്ച് നട്ട്സ് സംഭവങ്ങളൊക്കെ, അത് ബദാം, പിന്നെ ഇത് വാൾനട്ട്, പിന്നെ കാഷ്യൂസ് ഉണ്ട്, പിന്നെ ഈ പിസ്ത കണ്ട എൻ്റെ ജൂജു ഒറ്റ ഇരിപ്പിന് ഫുള്ളാക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ഓന് എപ്പോഴും കിട്ടാത്ത ഓനിങ്ങനെ പൂതിക്ക് എടുത്ത് കൊടുക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെ നെയ്യ് പിന്നെ എപ്പോഴും നിർബന്ധമാണ്. നെയ്യൊക്കെ എക്സ്ട്രാ പിന്നെ ഒന്ന് നമ്മൾ വാങ്ങി വെക്കും. എൻ്റെ ഏകദേശം കയ്യാറായിട്ടുണ്ട് പഴയത്. പിന്നെ പാൽപ്പൊടി, എനിക്കാണെങ്കിൽ എന്താ അറിയോ, കട്ടൻ ചായ കുടിച്ച റാത്താവില്ല. എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ പാൽ ചായ വേണം, നോൽക്കാണെങ്കിൽ കട്ടൻ ചായ വേണം. ആ ഒരു ക്യാരക്ടറാണ് കേട്ടോ. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ അടുക്കി പൊറുക്കി വെക്കണം. അതുപോലെ തന്നെ സമൂസൻ്റെ ഷിറ്റ് മസ്റ്റാണല്ലോ, അപ്പം അതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ റമളാന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല റാഹത്തോടെ തന്നെ 30 നോമ്പും നല്ല സന്തോഷത്തോടെയും റാഹത്തോടെയൊക്കെ നോൽക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷം സമാധാനമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ഒരുപാട് കാലം എല്ലാവരോടും കുടുംബത്തോടു കൂടി നല്ല ഹാപ്പി ആയിട്ട് എല്ലാവർക്കും ജീവിക്കാനൊക്കെ കഴിയട്ടെ. അപ്പം ഇത്രയൊക്കെ ദുആ ചെയ്യാം. അപ്പം ഓക്കെ, ടാറ്റാ, ബൈ.